മുണ്ടംവേലിപ്പള്ളിയിൽ കൃപന കൂടണം, കാമുകിയെ കണ്ടിടണം, കാമുകിയെ കണ്ടിടണം. ദിൽ ദേക്കോ വേഗില മാതാവേ, ദിൽ ദേക്കോ വേഗില മാതാവേ. മറ്റേ എന്താണോ മോനെ? ഞാൻ പള്ളിയിൽ പോണേണ്ടാ. നീ പോയിട്ട് വരുമ്പോഴേ ഡോക്ടറിന്റെ അവിടെ നിന്ന് എനിക്ക് തിരിച്ച് ചുമയുടെ മരുന്ന് മേടിച്ചിട്ട് പോരി. അതിന് അമ്മക്ക് എന്താ സുഖമുള്ളു? എന്തൊരു ചുമയാടാ, ഞാനിവിടെ ചുമക്കണമെന്ന് കേക്കണില്ലേ നീ? ഞാൻ വാങ്ങിച്ചേക്കാ. കുപ്പി എവിടെ ഇരിക്കണ? അതെ, നിന്റെ തലയൊക്കെ കുന്ത്രാണ്ടായിരിക്കണില്ലേ, അതിന്റെ അരിയിരിപ്പുണ്ട്. എടുത്ത് പോയിട്ട് വാ. എടാ മോനെ, മറക്കല്ലേട്ടാ. അവൻ കൊണ്ടുവരില്ലേന്നാവോ. എന്തൊരു എരിവ് വേണം. ഇനി ഇവിടെ എരിവില്ലാത്ത മുളക് പൊടി മേടിക്കണം. അതെ, അവനിവിടെ ഇല്ല. അവൻ പള്ളിയിൽ പോയേക്കണേ. വരുമ്പോ പറഞ്ഞേക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞാലും മനസ്സിലാകിയല്ലോ. പക്ഷേ കൊച്ചിനോട് ഞാൻ പറഞ്ഞതല്ലേ അവനോട് ഇല്ലെന്ന്. എന്നിട്ട് പിന്നെ ഉണ്ടാടി കുറിച്ചില്ല. അല്ല പിന്നെ എന്താന്ന് ചേച്ചി പറ്റിയേ? നീ കൊറേ നേരല്ലേ കുപ്പിയും പിടിച്ചിട്ട് നടക്കണത്? വാട്ടർ മെഡിസിൻ എങ്ങാണ്ട് പോണ്ട. എങ്ങാട് പോണ നീ? ഇങ്ങനെ വാ. അമ്മച്ചിക്ക് മരുന്ന് വാങ്ങിക്കണോന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചില്ല. എന്ത് മരുന്ന്? അമ്മച്ചിക്ക് ഒരു അസുഖമില്ല. അമ്മച്ചി എന്താ പറയാ, എനിക്ക് പാടില്ല, മരുന്ന് വാങ്ങിച്ചാ. ഞാൻ എല്ലാ ദിവസവും ഈ ഇവിടെ വെള്ളം കൊടുത്താണ് സാധനം പറ്റിക്കുന്നത്, അറിയോ? വെള്ളമാ? വെള്ളങ്ങൾ കൊടുക്കും. അത് കഴിക്കുമ്പോ നമ്മളെ അസുഖങ്ങളോട് മാറും. അത് കൊള്ളാലോ. പണി കണ്ടോ? എടാ, ഇത് വല്ല പ്രശ്നവുവാ? ഒരു പ്രശ്നമില്ല. ഇതൊക്കെ ഞാൻ എല്ലാവർക്കും ചെയ്യണല്ലേ. മറിയട്ടെ. ഇവനാണ് ഇത് കൊള്ളാലോ പരിപാടി. ഒരു മണി കാണിച്ചു തരാം. ഞാൻ പറ. മരുന്നാ നമുക്ക് പോയി ചൂണ്ടിട്ടുണ്ടോ? ഇത് പ്രശ്നമോ? ഒരു പ്രശ്നമില്ല. കണ്ടോ, കുറച്ച് കഴിയുമ്പോഴേ പണി കാണിച്ചാലും എന്തായാലും നോക്കാം. പ്രശ്നം ആവൂലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. ഞാനിത് എപ്പോഴും പറഞ്ഞല്ലോ, ചൂണ്ടകളോ വെച്ചിട്ട് ചൂണ്ടെടുപ്പുണ്ട്. വരണ്ടാ എൻ്റെ അടുത്ത്? വരണ്ട്. ഇപ്പൊ ഒരു പണി പറഞ്ഞാ കേട്ടാ. എന്താ? അമ്മോ, എങ്ങനെയുണ്ടമ്മ മരുന്ന് വെച്ചിട്ട്? മരുന്നാ? മരുന്ന് സൂപ്പറാണ്. പക്ഷെ ഒരാഴ്ച അറിയാൻ പാടില്ല. എങ്ങനെയുണ്ട്? ഇത് കൊള്ളാലേ പരിപാടി. അതാണ് പറഞ്ഞത്. നമ്മൾ സ്നേഹത്തോടെ എന്ത് കൊടുത്താലും ഏത് അസുഖം മാറും. അത് പച്ചവെള്ളം ആവില്ല. ശരി, അത് കൊള്ളാലേ പരിപാടി.